അളവില്ലാത്ത ദൈവസ്നേഹത്തിന്റെ ശബ്ദപ്രപഞ്ചത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഷാനി ബിനോയ്. ഇന്നത്തെ പ്രധാന പരിപാടികൾ: നന്മൊഴി, കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക സാന്മാർഗിക പരിപാടി, വചനപ്രത്യാശം, തിരുവചന സന്ദേശം. ഇന്നത്തെ പരിപാടികൾ മനോഹരമായ ഒരു പാട്ട് കേട്ടുകൊണ്ട് ആരംഭിക്കാം. തുടർന്ന് നന്മൊഴി. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ തുടിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. എന്റെ യഹോവേ, നീയൊഴികെയൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. 2 കൊരിന്ത്യർ 13:13-14. ദൈവം ഒന്നേ ഉള്ളുവെങ്കിൽ പാസ്റ്റർ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? പള്ളിയിൽ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ ബോബി അമ്മയോട് ചോദിച്ചു. അമ്മ നേരെ അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജ് തുറന്ന് ഒരു മുട്ട എടുത്തുകൊണ്ട് ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? സയൻസ് ക്ലാസ്സിൽ മുട്ടയെക്കുറിച്ച് പഠിച്ചത് ബോബി ഓർത്തു.
പുറത്തൊരു തോട്, വെള്ളക്കരു, മഞ്ഞക്കരു, ആൽബമിനുകൾ. ബോബി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. അതെ, ഇവ മൂന്നും ചേർന്ന് ഒരു മുട്ടയാകുന്നത് പോലെയാണ് ദൈവവും. പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും. ഈ മൂന്ന് പൂർണ്ണ വ്യക്തിത്വങ്ങൾ ചേർന്ന് ഒരു ദൈവം. ഇനി മൂന്ന് നിറമുള്ള കയറിഴകൾ എടുക്കുക. ചുവപ്പ്, മഞ്ഞ, നീല. ഇതിനെ ഒന്നിച്ച് പിരിച്ച് ഇടകലർത്തി പിന്നിക്കെട്ടുക. മൂന്ന് ഇഴകൾ ചേർന്ന് ഒരു കയർ. ചുവപ്പ് പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യുന്നു. മഞ്ഞ പുത്രനായ ക്രിസ്തു ഈ ലോകത്തെ സൃഷ്ടിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് നമ്മെ രക്ഷിക്കുകയും ചെയ്തു. നീല പരിശുദ്ധാത്മാവ് തെറ്റും ശരിയും എന്താണ് എന്ന് നമ്മെ പഠിപ്പിച്ച് നമ്മുടെ നിരാശയിൽ സന്തോഷവും സമാധാനവും തന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും ആരോഗ്യകരമായ ജീവിതം നൽകുകയും ചെയ്യുന്നു. ഓർക്കുക, സ്നാപക യോഹന്നാൻ യോർദാൻ നദിയിൽ യേശുവിനെ സ്നാനപ്പെടുത്തുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവു പോലെ ഇറങ്ങി വന്നു. പിതാവായ ദൈവം സംസാരിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:12. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു ടീം എന്ന പോലെ പ്രവർത്തിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ. വെള്ളത്തിന്റെ രാസവാക്യം H2O എന്ന് കൂട്ടുകാർ കേട്ടിട്ടുണ്ടല്ലോ. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് വെള്ളം. വെള്ളത്തിന് 3 അവസ്ഥ ഉണ്ട് എന്നറിയാമല്ലോ: ഖരം, ദ്രാവകം, വാതകം. യഥാക്രമം ഇത് വെള്ളം, ഐസ്, നീരാവി. ഏതവസ്ഥയായാലും ജലത്തിന്റെ രാസഘടന H2O എന്ന് തന്നെയാണ്, അല്ലേ? 3 വ്യത്യസ്ത അവസ്ഥയിലും വെള്ളമായിരിക്കുന്നത്, H2O ആയിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. മറ്റൊരു ഉദാഹരണം നോക്കാം. CPU, മോണിറ്റർ, കീബോർഡ്. 3 വ്യത്യസ്ത ഉപകരണങ്ങൾ. ഇവയെല്ലാം ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നാം അതിന് കമ്പ്യൂട്ടർ എന്ന് പേര് പറയുന്നത്. ഇതേപോലെ കൂടുതൽ ഉദാഹരണങ്ങൾ പറയാമോ? ദൈവം എങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിയത്. ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ പരിപാടിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യം എന്താണെന്നാണ് പറഞ്ഞത്. ഒന്നുകൂടി ആവർത്തിക്കാം. ഇന്നത്തെ പരിപാടിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യം എന്താണ് എന്നാണ് പറഞ്ഞത്. ഉത്തരം ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. തിരഞ്ഞെടുക്കുന്ന ശരി ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതാണ്. ഞങ്ങളുടെ വിലാസം ഈ പരിപാടിയുടെ അവസാനത്തിൽ പറയുന്നതാണ്. അതേ വിലാസത്തിൽ എഴുതുക. കവറിന്റെ പുറത്ത് ഗുരുമൊഴി എന്ന് എഴുതാൻ മറക്കരുത്. ഇന്നത്തെ നന്മൊഴി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ, ദ വോയിസ് ഓഫ് ഹോപ്പ്, മലയാളം. ഇനി വചനപ്രത്യാശ. മറ്റൊരു ആത്മീയ ഗീതം കൂടെ കേൾക്കാം. തുടർന്ന് വചനപ്രത്യാശ. നിന്നിഷ്ടം ദേവാ ആയിടത്തെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം തോന്നി മാറ്റുകെന്നു, നിന്നിഷ്ടം ദേവാ ആയിടത്തെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം തോന്നി മാറ്റുകെന്നേ. നിന്നിഷ്ടം പോലെ ആകട്ടെ
ആകണമേ നിൻ സന്നിധവും ഞാൻ കാണിരിക്കും നിൻ വചനമാ തന്നിരിനാ എന്നെ കഴുകി ശുദ്ധി ചെയ്ത നിന്നിഷ്ടം പോലെ ആകണമേ നിൻ സന്നിധവും ഞാൻ കാണിരിക്കും നിൻ വചനമാ തന്നിരിനാ എന്നെ കഴുകി ശുദ്ധി ചെയ്യുക ഇഷ്ടം പോലെ ആകണമേ എന്നുള്ളം വിളയിലും നിൻ കരം തൊട്ടു താലോലിക്കും കർത്താവേ ഞാനും ശക്തനാവാം നിന്നിഷ്ടം പോലെ ആകണമേ എന്നുള്ളം വേളയിലും നിൻ കരം തൊട്ടു താലോലിക്കും കർത്താവേ ഞാനും ശക്തനാവാം നിന്നിഷ്ടം പോലെ ആകണമേ ഇഷ്ടരെന്നെ തള്ളിയാലും ഞാൻ കൈവിടില്ല എന്നു ചൊന്ന നിന്നിഷ്ടം പോലെ ആകണമേ എന്നിഷ്ടരെന്നെ തള്ളിയാലും ഞാൻ കൈവിടില്ല എന്നു ചൊന്ന നാഥാ നീ നിന്നിഷ്ടം പോലെ ആകണമേ നിത്യവും ഞാൻ നിൻ ദാസൻ തന്നെ എന്നുള്ളിൽ വാഴും ശുദ്ധാത്മാവായി എന്നും നിറഞ്ഞു സ്വീകരിപ്പാൻ ഞാൻ നിന്നിഷ്ടം പോലെ ആകണമേ നിത്യവും ഞാൻ നിൻ ദാസൻ തന്നെ എന്നുള്ളിൽ വാഴും
ആത്മാവാ എന്നും നിറഞ്ഞു ശോഭിക്കും. പ്രിയപ്പെട്ട എല്ലാ അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ